ഹലോ സ്റ്റുഡൻസ്, നമുക്കൊന്ന് മാത്സിലെ പുതിയ ഫസ്റ്റ് ചാപ്റ്ററായ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ ആരംഭിക്കാം. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം നോക്കാം. അപ്പോൾ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ there are 100 beads black and white in a box. There are 10 more black beads than white beads. How many black beads and how many white beads? അതായത് ഒരു ബോക്സിൽ ആകെ 100 ബീഡ്സ് ഉണ്ട്, ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും. ബ്ലാക്ക് ബീഡ്സ് വൈറ്റ് ബീഡ്സിനേക്കാൾ 10 എണ്ണം കൂടുതലാണ്. അപ്പോൾ ബ്ലാക്ക് ബീഡ്സ് എത്ര, വൈറ്റ് ബീഡ്സ് എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് മെൻ്റൽ മാത്സിലൂടെ ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് തിങ്ക് ലോജിക്കലി. ബ്ലാക്ക് ബീഡ്സിൽ വൈറ്റ് ബീഡ്സിനേക്കാളും 10 എണ്ണം കൂടുതലാണ് അല്ലേ? അപ്പോൾ ആ എക്സ്ട്രാ 10 ബീഡ്സ് തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോക്സിൽ ബാക്കി എത്ര ബീഡ്സ് ഉണ്ടാവും? ഈ 10 ബീഡ്സ് 100 എണ്ണമാണ് മൊത്തമുള്ളത്. ഇതിൽ നിന്ന് ഈ 10 ബീഡ്സ് മാറ്റി വെച്ചാൽ ബാക്കി എത്ര ഉണ്ടാവും? 90 ബീഡ്സ് ഉണ്ടാവും, 90 ബീഡ്സ് ഉണ്ടാവും. ഈ 90 ബീഡ്സ് ആണ് എന്ത്? ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും പകുതി പകുതി അല്ലേ? ഈ 90ൻ്റെ പകുതി ആയിരിക്കും എന്ത്? ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും അല്ലേ? ഈക്വൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പം 90ൻ്റെ പകുതി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് 90ൻ്റെ പകുതി? 45. അതായത് വൈറ്റ് ബീഡ്സ് എത്രയാണ്? 45 ആണ് അല്ലേ? ബ്ലാക്ക് ബീഡ്സോ 45ഉം പ്ലസ് പിന്നെ ഈ 10ഉം അല്ലേ? മൊത്തം 55 അല്ലേ? രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും അല്ലേ? 45 + 55 100 കിട്ടും. മൊത്തം 100. അതിൽ വൈറ്റ് 45, ബ്ലാക്ക് എന്താണ്? വൈറ്റിനേക്കാളും 10 കൂടുതൽ, അതായത് 55 അല്ലേ? അപ്പോൾ നമുക്ക് ഈ സെയിം പ്രോബ്ലം തന്നെ ഓൾജിബ്രൈക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഓൾജിബ്രൈക് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ വൈറ്റ് ബീഡ്സ് എത്രയായിരിക്കും? അതായത് എക്സിനേക്കാളും ബ്ലാക്കിനേക്കാളും 10 എണ്ണം കുറവാണ് വൈറ്റ് ബീഡ്സ് അല്ലേ? അതായത് എക്സിനേക്കാളും 10 എണ്ണം കുറവാണ് എന്ത്? വൈറ്റ് ബീഡ്സ്. ഇനി നമ്മൾ അപ്പോൾ ടോട്ടൽ ബീഡ്സ് എത്രയാണ്? നമുക്കറിയാം 100 ആണ്. അതായത് ഈ വൈറ്റ് ബീഡ്സും ബ്ലാക്ക് ബീഡ്സും തമ്മിൽ പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? നമുക്ക് 100 കിട്ടണം അല്ലേ? അതായത് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? എക്സ് ആണ്. വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? എക്സ് - 10 ആണ്. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും അല്ലേ? ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് + എക്സ് - 10 = 100. എക്സ് + എക്സ് 2x -10 = 100. ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യണത്? ആദ്യം നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ അതിനെല്ലാം എന്ത് ചെയ്യും? നമ്മൾ എക്സിനടുത്ത് കിടക്കുന്ന ഓരോ നമ്പേഴ്സും നമ്മൾ എന്ത് ചെയ്യും? =ന് അപ്പുറമാക്കിയിട്ട് എക്സിനെ മാത്രം ഒറ്റക്കാക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ -10നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഈ -10 =ന് അപ്പുറം പോകുമ്പോഴെന്താവും? പ്ലസ് ആവും. അപ്പോൾ 2x, ഇവിടെ 2x മാത്രമേ ഉള്ളൂ. ആദ്യം ഫസ്റ്റ് അവിടെ കിടക്കണം 100 അവിടെ തന്നെ എഴുതണം. -10 അപ്പുറത്തോട്ട് പോകുമ്പോഴെന്താവും? +10 ആവും. അപ്പോൾ എത്ര കിട്ടും? 2x = 110 കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇനി ഇതിൽ നിന്ന് എക്സ് മാത്രം ആക്കണം. എക്സ് മാത്രം ആക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ 2നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ഈ 2x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2 × x ആണ് എന്ത്? 2x. അപ്പോൾ × 2 = ന് അപ്പുറം പോകുമ്പോഴെന്താവും? -10 അപ്പുറം പോയപ്പോൾ +10 ആയി. × 2 അപ്പുറം പോകുമ്പോൾ ÷ 2 ആവും. അപ്പോൾ 110/2. ഇത് രണ്ടും കട്ട് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും?
11 ഇതിൽ 1 ടൈം, 11 2 എത്ര ടൈം? 5 ടൈംസ്. 5 2s are 10, ക്യാരി 1. 10 അഗെയിൻ എത്ര ടൈം? 5 ടൈംസ്, അതായത് 55. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടി നമുക്ക്? 55 കിട്ടി. അപ്പോൾ ബ്ലാക്ക് എത്രയാണ്? 55. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ. വൈറ്റ് എത്രയായിരിക്കും അപ്പോൾ? 55 മൈനസ് 10 എത്രയാണ്? 45. ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം ഓൾജിബ്രൈക്കലി കണ്ടുപിടിക്കുന്നത്. നമുക്കപ്പോൾ നേരത്തെ തന്നെ സെയിം ആൻസർ കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ഈസ് 11,000. ഒരു ടേബിളും ഒരു ചെയറും 11,000 ആണ്. ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് 4 ചെയേഴ്സ് ഈസ് 14,000. ഒരു ടേബിളും 4 ചെയേഴ്സും എത്രയാണ്? 14,000 ആണ്. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ പ്രൈസ് ഓഫ് 1 ടേബിൾ ആൻഡ് 1 ചെയർ. അങ്ങനെയാണെങ്കിൽ ഒരു ടേബിളും ഒരു ചെയറും എത്ര രൂപയാവുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ പറയാം, ഒരു ടേബിളും ഒരു ചെയറും എത്രയാണ്? 11,000 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു ടേബിളും ഒരു ചെയറും 11,000 മാറ്റി വെച്ച് ബാക്കി 3 ചെയേഴ്സിന് എത്ര രൂപയായി? 3,000 രൂപ അല്ലേ? അപ്പോൾ ഒരു ചെയറിന് എത്ര രൂപയായി? 1,000 രൂപ അല്ലേ? അതായത് ഒരു ടേബിളും ഒരു ചെയറും എത്രയാണ്? 11,000 ആണ് അല്ലേ? പിന്നെ ഒരു ടേബിളും 4 ചെയേഴ്സും 14,000 ആണ് അല്ലേ? അപ്പോൾ ഇതിന് നമുക്കറിയാം ഒരു ടേബിളും ഒരു ചെയറും എത്രയാണ്? ഇത് എത്രയാണ്? 11,000 ആണ്. അപ്പോൾ 11,000, ഇത് 11,000 പോയി. അപ്പോൾ 14,000 നിന്ന് 11,000 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 3,000 അല്ലേ? ഈ 3,000 ആണ് ഒരു ടേബിളും 4 ചെയേഴ്സും ഉണ്ട്. സോറി, അപ്പോൾ ഈ 3,000 ആണ് ഈ 3 ചെയേഴ്സിന് വീതിച്ചു കൊടുത്തേക്കണത് അല്ലേ? അപ്പോൾ 3 ഈക്വലായിട്ട് വീതിക്കുമ്പോൾ എത്ര വരും? ഓരോ ചെയറിനും 1,000 1,000 1,000 അല്ലേ? അപ്പോൾ ഓരോ ചെയർസിനും 1,000 കിട്ടി. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഒരു ചെയറിന് 1,000 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട് ടേബിളിൻ്റെത്? 11,000 മൈനസ് 1,000 ചെയ്താൽ എത്ര കിട്ടും? 10,000 അല്ലേ? അപ്പോൾ ഒരു ടേബിളിന് 10,000, ഒരു ചെയറിന് 1,000. ഇനി ഈ സെയിം പ്രോബ്ലം തന്നെ ഓൾജിബ്രൈക്കലി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ടേബിളിൻ്റെയും ചെയറിൻ്റെയും കൂടിയിട്ടുള്ള ഒരു ടേബിളിനും ഒരു ചെയറിനും എത്ര രൂപയാണ്? 11,000 ആണ് അല്ലേ? ഒരു ടേബിളിനും ചെയറിനും എത്രയാണ്? 11,000 ആണ് അല്ലേ? ഇതിൽ നമുക്ക് ചെയർ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഏതെങ്കിലും ഒന്ന് എക്സ് ആയിട്ട് എടുക്കണമല്ലോ. ചെയറിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ടേബിൾ പ്ലസ് എക്സ് ഈക്വൽ ടു 11,000 കിട്ടും. ടേബിളും ചെയറും 11,000 ആണെങ്കിൽ ടേബിളിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ 11,000 നിന്ന് ഈ ചെയർ മൈനസ് ചെയ്യണതായിരിക്കും എന്ത്? ടേബിളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ടേബിളിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 11,000 മൈനസ് എക്സ് ആണ് അല്ലേ? ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11,000 മൈനസ് എക്സ് ആണ് നമുക്ക് കിട്ടി. നമുക്ക് വേറൊരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ്? ഒരു ടേബിളും 4 ചെയേഴ്സും എത്രയാണ്? 14,000 ആണ് അല്ലേ? ഒരു ടേബിളും
4 ചെയേഴ്സും കൂടി എത്രയാണ്? 14,000 ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 11,000 മൈനസ് എക്സ് ആണ്. ചെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? എക്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ കൊണ്ടുപോയിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം 11,000 മൈനസ് എക്സ് ടേബിൾ. ഇനി പ്ലസ് 4 ചെയേഴ്സ് 4x ഈക്വൽ ടു 14,000. ഓക്കെ, ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 11,000 മൈനസ് എക്സ് പ്ലസ് 4x ഈക്വൽ ടു എത്രയാണ്? 14,000. ഇനി ഇത് രണ്ടും എന്താണ്? എക്സ് ആണ് അല്ലേ? എക്സ് തമ്മിൽ പ്ലസ് ചെയ്യുക മൈനസ് ചെയ്യുക. അപ്പോൾ ഈ 11,000 അവിടെ തന്നെ നിർത്താം. ഈ 4x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3x അല്ലേ? പ്ലസ് 3x. പ്ലസ് വരാൻ കാരണം വലുതിൻ്റെ സൈന്, പ്ലസ് വലുതിൻ്റെ സൈനാണ് നമ്മൾ എപ്പോഴും ഇടേണ്ടത്. അപ്പോൾ 4x മൈനസ് എക്സ് 3x ഈക്വൽ ടു 14,000. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 11,000-നെ 14,000 അടുത്തോട്ട് കൊണ്ടുപോകാം. ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. നമ്മൾ എക്സ് ഒഴികെ ബാക്കി എല്ലാം ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് കൊണ്ടുപോയേ ഇരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 11,000-നെ കൊണ്ടുപോകാം. ഈ പ്ലസ് 11,000 അപ്പുറത്തോട്ട് പോകുമ്പോഴെന്താവും? മൈനസ് 11,000 ആവും. അപ്പോൾ 3x ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 14,000 മൈനസ് 11,000. അതായത് 3x ഇസ് ഈക്വൽ ടു, അത് രണ്ടും മൈനസ് ചെയ്യുമ്പോഴും നമുക്ക് എത്ര കിട്ടും? 3,000 കിട്ടും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു, ഇത് 3x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 3 ഇൻറ്റു എക്സ് ആണ്. ഇൻറ്റു 3 അപ്പുറത്തോട്ട് പോകുമ്പോഴെന്താവും? ഡിവൈഡഡ് ബൈ 3 ആവും. 3,000 ബൈ 3 കട്ട് ചെയ്യാം നമുക്ക്. 3ൽ 3 1 ടൈം, ഈ 3ൽ 1 ടൈം, ബാക്കി 0 എടുത്ത് എഴുതാം. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടി? 1000. ഈ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചെയറാണ് അല്ലേ? നമുക്കറിയാം ഈ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയറാണ്. ഇനി ടേബിൾ എന്തായിരിക്കും? ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11,000 മൈനസ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ചെയർ കിട്ടി അല്ലേ? എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 1000 ചെയർ. ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 11,000 മൈനസ് 1000 എത്രയാണ്? 10,000. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ആൻസർ തന്നെയാണ് നമുക്ക് ഇതിലും കിട്ടിയത്. ഇനി ഇതേ സെയിം പ്രോബ്ലം തന്നെ നമ്മളിപ്പോൾ 2 മെത്തേഡിലാണ് ഈ പ്രോബ്ലം ചെയ്തത്. ഇനി വേറൊരു മെത്തേഡും കൂടി ഓൾജിബ്രൈക്കലി നമുക്ക് വേറൊരു മെത്തേഡിലും കൂടി ഈ പ്രോബ്ലം ചെയ്യാം. അതായത് നേരത്തെ എടുത്തതുപോലെ തന്നെ ചെയറിൻ്റെ പ്രൈസ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, അടുത്തത് ടേബിളിൻ്റെ പ്രൈസ് നമ്മൾ നേരത്തെ എങ്ങനെയാണ് എടുത്തത്? 11,000 മൈനസ് എക്സ് ആണ് എടുത്തത് അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ ടേബിളിൻ്റെ പ്രൈസ് വൈ ആയിട്ട് എടുത്തു. രണ്ടും വേറെ വേറെ പ്രൈസാണ് അല്ലേ? അതുകൊണ്ടിട്ട് ഒരെണ്ണം എക്സ് ആയിട്ട് എടുത്തു, ഒരെണ്ണം വൈ ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്കറിയാം 2 ഇക്വേഷനിലും ചെയർ പ്ലസ് ടേബിൾ എത്രയാണ്? നമുക്കറിയാം 11,000 ആണ് അല്ലേ? അതായത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എത്രയാണ്? 11,000 ആണ് അല്ലേ? ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? 4 ചെയർ പ്ലസ് 1 ടേബിൾ അല്ലേ? അതായത് ചെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്?
എക്സ് ആണ്, ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ ആണ്. അതായത് 4x പ്ലസ് വൈ ഈക്വൽ ടു എത്രയാണ്? 4 ചെയർ പ്ലസ് ടേബിൾ നമുക്ക് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 14,000 ആണ് അല്ലേ? ഇവിടെയും എത്രയാണ്? 14,000 ആണ്. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്തില്ല, ചെയറിന് എക്സ് കൊടുത്തു, ടേബിളിന് വൈ കൊടുത്തു. നമുക്കറിയാം ഒരു ചെയറും ഒരു ടേബിളും എത്രയാണ്? 11,000 ആണ്. 4 ചെയേഴ്സും ഒരു ടേബിളും എത്രയാണ്? 14,000 ആണ്. ഇപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 2 ഇക്വേഷൻസ് കിട്ടി അല്ലേ? അപ്പോൾ ഈ 2 ഇക്വേഷൻസ് ഒരുമിച്ച് വന്നതിനാലാണ് ഈ ചാപ്റ്ററിന് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പേര് നൽകിയേക്കുന്നത്. ഈ 2 ഇക്വേഷൻസ് ഒരുമിച്ച് വന്നതിനാലാണ് എന്താണ് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ അഥവാ സമവാക്യ ജോഡികൾ എന്ന് പേര് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇനി ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോകണേണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? വൈ കണ്ടുപിടിക്കും. അതായത് വൈയോ എക്സോ ഏത് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നില്ലെങ്കിൽ എക്സ് ഈക്വൾ ടു എന്നാക്കാം, അല്ലെങ്കിൽ വൈ ഈക്വൾ ടു എന്നാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വൈ ഈക്വൾ ടു എന്നാക്കാൻ വേണം. അതായത് എക്സിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണേണ്. അതായത് പ്ലസ് എക്സ് അപ്പുറം പോകുമ്പോൾ എന്താവും? 11,000 മൈനസ് എക്സ് ആവും. ഇപ്പോൾ എക്സ് ആണ് വൈനെയാണ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൾ ടു എന്താവും? 11,000 മൈനസ് വൈ എന്നാവും. ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒന്നെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതെടുക്കാം. വൈ ഇസ് ഈക്വൾ ടു 11,000 മൈനസ് എക്സ് എന്ന് കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഇക്വേഷൻ, ഈ സമവാക്യം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഈ വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും? 4x പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 11,000 മൈനസ് എക്സ് ആണ്. ഈ വൈക്ക് പകരം ഈ 11,000 മൈനസ് എക്സ് കൊടുക്കും. 11,000 മൈനസ് എക്സ് ഈക്വൽ ടു എന്താണ്? 14,000. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 4x പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 11,000 മൈനസ് എക്സ് ഈക്വൽ ടു 14,000. ഇനി 4x മൈനസ് എക്സ് എത്രയാണ്? 3x. 3x പ്ലസ് 11,000 ഈക്വൽ ടു എത്രയാണ്? 14,000 അഗെയിൻ. ഇനി നമുക്ക് ഈ 11,000 പ്ലസ് 11,000 അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? മൈനസ് 11,000 ആവും. അപ്പോൾ 3x ഇസ് ഈക്വൽ ടു 14,000 മൈനസ് 11,000. 3x ഇസ് ഈക്വൽ ടു എത്ര വരും? 3,000. ഇതിന് എക്സ് കണ്ടുപിടിക്കാം. എക്സ് എത്രയാണ്? ഈ ഇൻറ്റു 3 അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഡിവൈഡ് ബൈ 3 ആവും. എക്സ് ഇസ് ഈക്വൽ ടു 3,000 ബൈ 3. കട്ട് ചെയ്യുമ്പോൾ 1000 കിട്ടും അല്ലേ? അപ്പോൾ എക്സ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് കിട്ടി? എക്സ് എന്നുള്ളത് 1000 കിട്ടി അല്ലേ? അതായത് ചെയർ എന്നുള്ളത് 1000 എന്ന് കിട്ടി. ഇനി വൈ കണ്ടുപിടിക്കാം. വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 11,000 മൈനസ് എക്സ് ആണ്. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു 11,000 മൈനസ് എക്സ് എത്രയാണ്? 1000. അപ്പോൾ എത്ര കിട്ടും? 10,000 അല്ലേ? അപ്പോൾ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടി? 10,000. ഓക്കെ. അപ്പോൾ ഇങ്ങനെ 2 ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് കൺസെപ്റ്റാണ് മനസ്സിലായത്? ഒരു പ്രോബ്ലം ഒരു വേരിയബിൾ ഉപയോഗിച്ചും സോൾവ് ചെയ്യാം. ഇതെന്താണ് ഇത് പറയണത്? വേരിയബിൾ എന്നാണ് പറയണത് അല്ലേ? എക്സിനെയും വൈനെയൊക്കെ എന്തെന്നാണ് പറയണത്? വേരിയബിൾസ് എന്നാണ് പറയണത്. അപ്പോൾ ഒരു വേരിയബിൾ നമ്മൾ നേരത്തെ ഒരു വേരിയബിൾ എക്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇപ്പോൾ നമ്മൾ എന്താണ്? 2 വേരിയബിൾസ്, 2 എക്സും വൈയും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഒരു പ്രോബ്ലം ഒരു വേരിയബിൾ ഉപയോഗിച്ചും 2 വേരിയബിൾസ് ഉപയോഗിച്ചും നമുക്ക് സോൾവ് ചെയ്യാം.